Yalla Habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അറിയാം, പല പല നടന്മാർക്കെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ ഓൾറെഡി ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതാണ്. ഇപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ പ്രിയ നടി ആശാ ശരത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചത് കൊണ്ടാണ്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. ആ പോസ്റ്റ് അവർ ഇടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. FBയിൽ ഫേസ്ബുക്കിലെ ചില തൊലിഞ്ഞ പേജുകളുണ്ട്. അവരുടെ പരിപാടിയാണ്. അവരിങ്ങനെ ഓരോ പോസ്റ്റുകൾ അടിച്ചങ്ങോട്ട് വിടും. അവർ ആശാ ശരത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സിദ്ദിഖ് വളരെ മോശമായി ദൃശ്യത്തിൻ്റെ ലൊക്കേഷനിൽ എന്നോട് പെരുമാറി. എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനമോർത്ത് ഞാൻ അക്കാര്യം പുറത്ത് പറഞ്ഞില്ല. പലരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ആശാ ശരത്ത്. ഓക്കെ, അടിച്ചങ്ങ് വിടുക തന്നെ. ഇനി ആശാ ശരത്തിൻ്റെ പോസ്റ്റ് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരും പരാമർശിച്ചു കണ്ടത് കൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അതിനെ ക്ലാരിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടല്ലോ. ശ്രീ സിദ്ദിഖ് ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറി എന്നൊരു പ്രചരണം ചിലർ എൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയുണ്ടായി. കലാരംഗത്ത് എൻ്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ ഒരു നല്ല സുഹൃത്തുമാണ് ശ്രീ സിദ്ദിഖ്. അദ്ദേഹത്തിൽ നിന്നും മോശമായതായോ വിഷമമുണ്ടാക്കുന്നതോ ആയ ഒരു വാക്കോ പ്രവൃത്തിയോ എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ദയവ് ചെയ്ത് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തരുത് എന്ന് അത് ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമാ രംഗം ഒരു വലിയ കലാകുടുംബമായി മറ്റു ദേശക്കാർക്ക് ഒരു മാതൃകയായി വളരണം എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും. അനഭിലഷണീയമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലോ അത് മുളയിലെ നുള്ളേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തുറന്നു കാട്ടാൻ കഴിയണം. പലപ്പോഴും മുമ്പുള്ള എൻ്റെ പല വീഡിയോസിൻ്റെ അകത്തും പറയുന്ന കാര്യമാണ്, ഫേസ്ബുക്കിൻ്റെ അകത്ത് ഒരുപാട് അത്തരത്തിലുള്ള പേജുകളുണ്ട്. കള്ളത്തരങ്ങൾ അടിച്ചുവിടും. അവരെയും ശരിക്കും പറഞ്ഞാൽ പൂട്ടിക്കണം. അവർക്കെതിരെയും നടപടികളും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവണം. അതല്ലേ വേണ്ടത്. ഞാൻ പിന്നെ ഈ പേജുകളുടെ ഒന്നും പേരോട് എടുത്ത് കാണിക്കാത്തത് നമ്മൾ കാരണം ആ പേജ് അറിയാത്ത ആളുകളിലേക്കും കൂടി എത്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അറിയാണ്ടെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളോ പേജുകളോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളത് കേസ് കൊടുക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കണം. അല്ലെങ്കിൽ സ്വമേധയാ കേസ് കൊടുക്കാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചരണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. കലയോട് ആഭിമുഖ്യവും കഴിവുമുള്ള ഏതൊരാൾക്കും സമാധാനവും സന്തോഷവും ഉള്ള ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് സർക്കാരും ഈ നാട്ടിലെ കലാസ്നേഹികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം ആശാ ശരത്. ഇതാണ് പോസ്റ്റ്. ഓക്കെ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കള്ളപ്രചരണങ്ങൾ വന്ന സമയത്ത് അതിൻ്റെ ഒരു ക്ലാരിറ്റി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരിട്ടു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയും മാത്രമല്ല ഞാൻ വന്നത്. ആശാ ശരത്ത് ഇങ്ങനൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ പോസ്റ്റിനെയും എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മറ്റൊരു ഫേസ്ബുക്കിലുള്ള പേജ് എടുത്തിട്ട് എന്ത് കാണിച്ചു, ഇതിങ്ങനെ ഇട്ടു. അദ്ദേഹത്തിൽ നിന്നും മോശമായതായോ വിഷമമുണ്ടാക്കുന്നതോ ആയ ഒരു വാക്കോ പ്രവൃത്തിയോ അത്ര ക്യാപ്ഷനിൽ അവരിട്ടിട്ടുള്ളൂ. പിന്നെ അവർ ആശാ ശരത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ ഫോട്ടോയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. സിദ്ദിഖ് എൻ്റെ നല്ല സുഹൃത്ത്, ദയവ് ചെയ്ത് കള്ളപ്രചരണങ്ങൾ നടത്തരുത്. ആശാ ശരത്തിൻ്റെ ആ ക്ലാരിഫിക്കേഷൻ പോസ്റ്റും പിന്നെ ആശാ ശരത്തിന് നേരെ വന്ന ആ കള്ളപ്രചരണങ്ങളുടെ പോസ്റ്റുകളും കാണാത്ത ആളുകൾ ഈ പർട്ടിക്കുലർ പോസ്റ്റ് കാണുന്ന സമയത്ത് എന്ത് വിചാരിക്കും? ആശാ ശരത്ത് വന്നിരുന്നിട്ട് സിദ്ദിഖിനെ വെളുപ്പിച്ചു എന്ന് വിചാരിക്കും, അല്ലേ? എന്ത് വിചാരിക്കും? ആശാ ശരത്ത് വന്നിരുന്നിട്ട് സിദ്ദിഖിനെ വെളുപ്പിക്കുകയാണ് എന്ന് വിചാരിക്കും. സിദ്ദിഖിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടല്ലോ, വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ തന്തയില്ലാത്തവന്മാർ കാണിക്കുന്ന പരിപാടിയാണത്.
തന്തയിലെത്തന്മാർ കാണിക്കുന്ന പരിപാടിയാണ്. മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അങ്ങ് അടിച്ച് ഇമാതിരി പോസ്റ്റ് അങ്ങ് ഇറക്കി വിടും. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത, ഇതൊരു മാനിപ്പുലേറ്റ് ചെയ്തൊരു പോസ്റ്റാണ്, ഇതിന് മറ്റൊരു വശമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ വിവരം കേട്ട വേട്ടാവളിയന്മാർ എന്ത് കാട്ടിയിരിക്കണത്, ഈ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ആശാശരത്തിനെ പൂര ചീത്തവിളി, തെറിവിളി. ആശാശരത്ത് എത്ര പൈസ വാങ്ങി, എന്തിനാണെന്നാണോ ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ വേറെ കുറേ ആൾക്കാരുടെ ഉപദേശം, നിങ്ങളോട് അയാൾ മോശമായി പെരുമാറി എന്ന് കരുതി, മോശമായിട്ട് പെരുമാറിയിട്ടില്ല, നല്ല രീതിയിലാണ് പെരുമാറിയതെന്ന് കരുതിയിട്ട് അയാൾ മറ്റാരോടും മോശമായി പെരുമാറിയിട്ടില്ല എന്ന അർത്ഥമുണ്ടോ ആശ എന്നൊക്കെ പറഞ്ഞ ഉപദേശം. വിഡ്ഢികൾ, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണ്. ഇതൊക്കെ ഗോസിപ്പ് പേജുകളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയെങ്കിലും ഇനി വേണ്ടേ. അല്ല, ഞാൻ ആ കമന്റ് ഇട്ട ആൾക്കാരെ മൊത്തത്തിൽ അങ്ങ് പറയുന്നില്ല, മണ്ടന്മാരാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർക്ക് തന്തയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത് പറയണം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണത്. ഞാൻ തൊട്ട് മുമ്പ് തന്നെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചില പേജുകളുണ്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത്, ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ടിടും. സുന്ദരിയായ നടി, സുന്ദരനായ നടൻ, അല്ലെങ്കിൽ നസ്ലൻ്റെ ഒക്കെ പടം വെച്ചിട്ട് വേറെ വല്ലവരുടെ പടവും കൂടി വെച്ചിട്ട് നസ്ലൻ്റെ അടുത്ത സൂപ്പർ സ്റ്റാർ, മറ്റവർ മറിച്ചവർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടും. ഇവർ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടൊന്നല്ല ഇടുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കിട്ടും. കുറെ ആൾക്കാർ ഈ പോസ്റ്റ് ഇടണവർ തെറിയൊന്നും കേൾക്കില്ലല്ലോ. ഇവർ ആരെയാണോ പരാമർശിച്ചിട്ട് പോസ്റ്റ് ഇടുന്നത് വെച്ചാൽ അവർക്കാണല്ലോ തെറിയും ചീത്തയും ഒക്കെ കിട്ടണത്. അപ്പോൾ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന്റെയും ആ പർട്ടിക്കുലർ പേജിന്റെ ഒക്കെ എൻഗേജ്മെന്റ് അങ്ങ് കൂട്ടാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള പേജുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് ഊളത്തരം വേണമെങ്കിലും, എന്ത് വൃത്തികെട്ട പരിപാടികൾ വരെയും ചെയ്യുമെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. എന്ത് വൃത്തികെട്ട പരിപാടികൾ വേണമെങ്കിലും ചെയ്യും. മാനിപ്പുലേറ്റ് ചെയ്യുക പരമാവധി. ഗോസിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഗോസിപ്പ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാശരത്തിൻ്റെ പോസ്റ്റിൻ്റെ അകത്ത്, ആശാശരത്തിൻ്റെ ആ പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ താഴെയും ആൾക്കാർ ആശാശരത്തിനെ ചീത്ത വിളിക്കുന്നുണ്ട്. ഭൂരിപക്ഷ ആൾക്കാരും ആശാശരത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ പോസ്റ്റിൻ്റെ താഴെ ആശാശരത്തിന് സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അകത്തും കുറേ ആൾക്കാർ ആശാശരത്തിനെ ചീത്ത വിളിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, മനഃപൂർവ്വം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരതിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ശ്രദ്ധിക്കുന്ന നല്ലവനാണെന്നാണോ പറയുന്നത്? അല്ല, ആശാശരത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അലിഗേഷൻ പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലാത്തൊരു കാര്യം ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അവർ വന്നിട്ട് ക്ലാരിഫൈ ചെയ്തു. അവരുടെ അടുത്ത് അയാൾ വളരെ നല്ല രീതിയിലായിട്ടാണ് നിന്നത്. അയാൾ അവരോട് മോശമായിട്ടുള്ള രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. നല്ലൊരു സുഹൃത്താണെന്നുള്ള രീതിയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു പ്രചരണത്തിനെ ക്ലാരിഫിക്കേഷനായിട്ട് അത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇവരിതിനകത്ത് സിദ്ദിഖിനെ വെളുപ്പിക്കുകയോ, അല്ലെങ്കിൽ അയാൾ നല്ലവനാണെന്ന് പറയുകയോ, അല്ലെങ്കിൽ അയാൾക്കെതിരെ വന്ന അലിഗേഷൻസ് എല്ലാം ഫേക്ക് ആണെന്നോ അങ്ങനെയൊന്നും അല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അത് കഞ്ഞി കുടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ലാസ്റ്റ് വായിച്ച ആ ഒരു പോസ്റ്റിൻ്റെ അത് സീരിയസ്ലി മാൻ, വളരെ മോശം, വളരെ മോശം. ഇത് ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെക്കാട്ടും ഭേദം വല്ല തീട്ടം കോരി തിന്നിട്ട് ജീവിക്കുന്നതാണ്. അയ്യോ തീട്ടവും തിന്നരുത് കേട്ടോ. തീട്ടത്തിനൊരു മൂല്യമുണ്ട്. കാരണം നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ആയിട്ട് തൂറി പോകുന്നതാണ്. സോ തീട്ടത്തിനൊരു വിലയുണ്ട്. സോ അത് തിന്നാൻ ഞാൻ പറയില്ല. ജീവിക്കുന്നതിന് അർത്ഥമില്ല ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്നതിൽ. സത്യസന്ധമായ കാര്യങ്ങൾ കൊടുത്ത്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുക, അതിൽ നിന്ന് കാശുണ്ടാക്കുക, അന്തസ്സുണ്ട്. ഞാനും പറയുന്നു, ഇപ്പോൾ സിദ്ദിഖിനെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസും കൊണ്ടോ ഓരോ ആൾക്കാർ ആക്ച്വലി വന്നിട്ടുണ്ട്. അത് റിയൽ ആയിട്ടുള്ള അലിഗേഷൻസ് ആണെങ്കിൽ അതൊരു സൈഡിൽ കൂടെ പോട്ടെ. അത് മാതൃകാപരമായിട്ടുള്ള നടപടികൾ നിയമപരമായിട്ട് പോട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. അത് പോട്ടെ, അത് നിയമപരമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത് വേറെ വിഷയം. സിദ്ദിഖിനെ ഞാനും വെള്ളം പൂശിയല്ല ഇരുന്നിട്ട്, ഇനി അത് പൊട്ടന്മാരങ്ങനെ വിചാരിക്കേണ്ട. ഞാൻ ഈ ആശാശരത്തിൻ്റെ വിഷയം ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു എന്ന് മാത്രം. അവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ഇട്ടു. അതാണ് പറയുന്നത്. ആദ്യം ആശാശരത്തിനെയും സിദ്ദിഖിനെയും വെച്ചിട്ട് സിദ്ദിഖ് മോശമായി പെരുമാറി എന്നുള്ള തരത്തിലുള്ള സാധനം വരുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് അത് വെറും ഗോസിപ്പാണ്, അല്ലെങ്കിൽ അതില്ലാത്തൊരു കഥയാണെന്നും പറഞ്ഞിട്ട് ആശാശരത്ത് ക്ലാരിഫിക്കേഷനായിട്ട് വരുന്നു. അവസാനം അതിനെയും എടുത്തു വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇമാതിരി ഒരു പോസ്റ്റും കൊണ്ട് മറ്റൊരു പേജ് ഇറങ്ങുന്നു. എന്തൊരു പരിപാടിയാണ്! ഇത്ര ദാരിദ്ര്യമാണോ? ഇത്രേ പറയാനുള്ളൂ. ഇതിപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് എത്ര ആൾക്കാർ ഇങ്ങനൊരു കുപ്രചരണം
വന്നിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് പോലും എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ആശാ ശരത്തിൻ്റെ ഈ ക്ലാരിഫിക്കേഷൻ പോസ്റ്റിനെ കുറിച്ചിട്ട് ഈ യൂട്യൂബിൻ്റെ അകത്ത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഞാനിത് ഇവിടേക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരാൻ കാരണം എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. അതുകൊണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ എന്താണ്, ഞാൻ പണ്ട് തൊട്ടേ കൊല്ലങ്ങൾക്ക് മുമ്പ് തൊട്ടേ വർത്തമാനം പറയുന്ന ഒരു കാര്യമാണ് ഈ ഫേസ്ബുക്കിൻ്റെ അകത്തുള്ള ഫേക്കായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഫേക്കായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എന്താ പറയുക, ആൾക്കാരെ തെറി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്ന, ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്ന ഒരുപാട് പേജസ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ നടപടികൾ എടുക്കാനും അത്തരത്തിലുള്ള പേജസിനെ എടുത്ത് കളയാനുള്ള സാഹചര്യങ്ങൾ ആക്ച്വലി ഇവിടെ ഉണ്ടാവണം. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗോസിപ്പ് ചാനൽസ് ഉണ്ട്. അതേപോലെ തന്നെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള തമ്പനെയിൽസും പരിപാടികളും എഴുതി പിടിപ്പിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് ആക്ച്വലി ഇവിടെ ഉണ്ട്. ഒരു നാണവും ഇല്ലാണ്ട് തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്ന പച്ചയ്ക്ക് വൃത്തികെട്ട വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. സോ ഇവിടെ ചെകുത്താനൊക്കെതിരെ നടപടി എടുത്തതല്ലേ, അയാളെ ഒരു എന്താണ് പറയുക, അയാൾക്കെതിരെ കേസൊക്കെ ആയിട്ട് വലിയ വാർത്തയും പരിപാടികളൊക്കെ ആയതല്ലേ. അയാളെ പിടിച്ച സ്ഥിതിക്ക് അയാൾ മാത്രമാണ് ഇവിടെ പ്രശ്നക്കാരൻ. ഇവിടെ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന മറ്റ് ആളുകളും ആക്ച്വലി ഉണ്ട്. അപ്പോൾ മാതൃകാപരമായിട്ട് അത്തരത്തിൽ ഉള്ള ഈ ഗോസിപ്പ് ചാനൽസിനെയും അത് വേണ്ടാത്തരം പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലത്തെ കുപ്രചരണങ്ങൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പോസ്റ്റുകളും പരിപാടികളൊക്കെ ഇടുന്ന ആൾക്കാർക്കൊക്കെ എതിരെ നടപടികൾ ഉണ്ടാവണം. അത്തരത്തിലുള്ള പേജുകൾക്ക് ബാനും പരിപാടികളൊക്കെ ആക്ച്വലി വരേണ്ടതാണ്. അപ്പം ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹാഷറിനെയാണ് ഓർക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഹാഷറും വന്നിട്ട് എന്തോ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഴ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഹാഷിറിൻ്റെ എന്തോ പടം വെച്ചിട്ട് കൂടെ വേറെ ഏതൊരു വലിയ നടൻ്റെ പടവും വെച്ചിട്ട് എന്താ ഹാഷിറിനെ പൊക്കി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ താഴെ ഫുള്ള് ഹാഷിറിനെ തെറിവിളി. അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ്, എഫ് ബിയിലുള്ളൊരു പരിപാടിയാണ്. ഇങ്ങനെ സുന്ദരിയായ നടി, മറ്റേ നടി, മറിച്ച നടി, കണ്ടോ സൗന്ദര്യം, ആരാധകർ ഞെട്ടി വിറയ്ക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത് നല്ല ഉദ്ദേശത്തിലല്ല. ഇങ്ങനെ കിട്ടിയ ആൾക്കാർ വന്ന് ചീത്ത വിളിക്കും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഇടുന്നതാണ്, മനസ്സിലായ. അപ്പം ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. തെറി കേൾപ്പിച്ച് റീച്ച് കൂട്ടുക, അതായത് തെറി കേൾപ്പിച്ച് പൈസ ഉണ്ടാക്കുക. ഒരു ടീം മറ്റു കൂട്ടരെന്ന് പറഞ്ഞാൽ സ്വയം തെറി വാങ്ങിക്കൂട്ടും എന്നറിഞ്ഞിട്ടും അവനവന് ബാധിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അത് പിന്നെയും പോട്ടെ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നനേൻ്റെ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. ഒരു പേജും തുടങ്ങി വെച്ചിട്ട് കണ്ട നടിമാരുടെയും അല്ലെങ്കിൽ നടന്മാരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കുക. അതായത് സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇവരങ്ങ് കൊടുക്കും, കള്ളത്തരങ്ങളങ്ങ് അടിച്ചു വിടും, മനസ്സിലായ. എന്നിട്ട് അതിൻ്റെ താഴെ ഇവരെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിലൂടെ റീച്ച് കയറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രിയവാര്യരൊക്കെ സ്ഥിരം വരെയായിരുന്നു. ഇപ്പോൾ പ്രിയവാര്യരൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് മര്യാദയ്ക്ക് അവരുടെ ഒരു ഫോട്ടോ ഇടും. അതിൽ അവർ ക്യാപ്ഷനോ പരിപാടികളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ നായൻ്റെ മക്കൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് പേജുകൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഊളകൾ എന്ത് ചെയ്യും, പ്രിയവാര്യരുടെ പടം എടുത്തിട്ട് വെക്കും, ഇവരുടെ പേജിലേക്ക് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് എന്താണ് പ്രിയവാര്യർ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ക്യാപ്ഷനൊക്കെ അവർ കൊണ്ടുപോയിട്ട് അങ്ങ് ഇടും. ദേ പ്രിയ വാര്യർ എന്താണ് ബീച്ചിൽ കറങ്ങി നടക്കുന്നു, ഫ്രണ്ട്സായിട്ട് ആസ്വദിച്ച് നടക്കുന്നു, എന്താണ് പറയുക അതിസുന്ദരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കും. ഇതൊക്കെയാണ് പരിപാടി. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് പോയ സമയത്ത് നമുക്കറിയാം പുള്ളിക്ക് അത്യാവശ്യം നല്ല ഹേറ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ പേജുകളൊക്കെ ചെയ്ത പരിപാടി എന്താണ്, ബിഗ് ബോസിൽ പോയിട്ട് ഹേറ്റേഴ്സ് ഒന്നുമില്ലാതെ കൈ നിറയെ ഫാൻസിനെ കൊണ്ടുവന്ന മണിമുത്തുകൾ എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ്റെയും സീക്രട്ട് ഏജൻറ്റിൻ്റെയും പടം ഇവർ പേജുകളിൽ പോസ്റ്റ് ചെയ്ത് വെച്ചത്. എന്ത് മണിമുത്തുകൾ, ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശം തെറി കേൾപ്പിക്കുക എന്നുള്ളതാണ്, അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പറഞ്ഞു എന്ന് മാത്രം. സോ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കാൻ ഒരു വകുപ്പുമില്ല, അത് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ആശാ ശരത്തിൻ്റെ ഒക്കെ കേസൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമല്ലോ, കള്ളക്കഥകൾ അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങൾ ആളുകൾക്ക് നേരെ ആളുകളെ വെച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന പേജുകൾക്കെതിരെ നടപടികളും പരിപാടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ തന്തയിലത്തരം ചെയ്യും, മനസ്സിലായില്ല, അതിനൊന്നും എതിരെ കേസൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ, തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയൽ, തെമ്മാടി ഗോസിപ്പുകൾ ഇറക്കുന്ന യൂട്യൂബിലുള്ള ചാനൽസിനെയും ഇപ്പുറത്ത് ഫേസ്ബുക്കിലുള്ള ഇത്തരത്തിലുള്ള പേജസിന് എതിരെയും നടപടികളും പരിപാടികളൊക്കെ ഉണ്ടാവേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.